ഇന്ന് നേരത്തെ എന്ന് പറയില്ല, കുറച്ച് ലേറ്റ് ആയിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് കിച്ചണിൽ പിന്നെ ഞാൻ കയറാറില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ ആവശ്യം. അപ്പോൾ ഇതിന് ഓരോ എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. ഇന്ന് സോയാബീനാണ്. സോയാബീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അധികവും ഞാൻ ഈ പത്തിരി ഐറ്റംസ് ഒന്നും തിന്നാത്തതുകൊണ്ട് മോർണിംഗിൽ തന്നെ ചോറ് വെച്ചിട്ടാട്ടോ പോയില്. പിന്നെ ഗൈസ് ഇതൊരു ഭയങ്കര ഭംഗിയല്ലേ, റിൻഷീൻ്റെ വണ്ടിയും കൂടി വരുമ്പോൾ ഒരു സെറ്റാട്ടോ. എനിക്ക് ആ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നല്ലേ, അവിടെ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വെക്കുള്ളൂ. അങ്ങനെ ഗൈസ് ഓഫീസിലെത്തി, ഓഫീസിൽ കയറി വേഗം പഞ്ച് ചെയ്യണം കേട്ടോ. പിന്നെ പഞ്ചിങ് പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ സമയം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തേക്കുള്ളൂ ഇവിടെ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഗൈസ് അമൃത കിടന്നുറങ്ങുകയാണ്. അത് പിന്നെ ഓൾറെഡി അവൾ നേരത്തെ വരുന്നതുകൊണ്ട് കിടന്നുറങ്ങുന്നതാണ്. പിന്നെ നമ്മുടെ തീറ്റി പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. ഇന്ന് ഷിഫാന ഇല്ലായിരുന്നു, അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വർക്കിലും കാര്യമായിട്ടൊക്കെ അങ്ങനെ ഓരോ സമയമായിട്ട് പോവാണ്. പിന്നെ 1 മണിയായപ്പോൾ ഗൈസ് ഫുഡ് മസ്റ്റ് കേട്ടോ. ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ സോയാബീൻ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ഗൈസ് ചോറാണ് തന്നതെങ്കിൽ ഞാൻ ഉച്ചക്കത്തേം കൂടി എടുത്ത് മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുക. അവർ എന്തെങ്കിലും കറിയോ ദോശ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും. ദോശ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ പത്തിരി എനിക്ക് തന്നെ വല്ലാണ്ട് ലൈക്കില്ല. പിന്നെ ഗൈസ് ഞാൻ അധികം സ്റ്റുഡിയോയിലായിരിക്കുക വർക്കിനൊക്കെ. സ്റ്റുഡിയോയിലൊരു പ്രൈവസിയാണ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചില സമയത്ത് ഇന്നെന്തോ ഗൈസ് ഭയങ്കരമായിട്ട് ഉറക്കം തോന്നുന്നുണ്ട്. ചില സമയത്ത് വർക്കും കാര്യങ്ങളും എന്തായാലും തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയായിരിക്കും വീഡിയോ എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് പോവാൻ നേരമായി. നമ്മൾ 9:30ക്കാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ടൈം. 5 മണിയാകുമ്പം നമ്മൾ കഴിയും. പക്ഷേ ചിലപ്പോൾ ഞാൻ നേരത്തെ വരും. ചിലപ്പോൾ നമുക്ക് വർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5:15 ആ ഒരു സമയത്തിനൊക്കെ ഇറങ്ങും കേട്ടോ. അങ്ങനെ ഗൈസ് വർക്ക് കഴിഞ്ഞ് പോവുകയാണ്. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ആട്ടോ ഇറങ്ങും. മിനിമം നമ്മൾ 5 മണിക്ക് തന്നെ ഇറങ്ങും. പക്ഷെ എന്നാലും ഒരു 5:05 5:10 അങ്ങനെയൊക്കെ ആവും കേട്ടോ. പിന്നെ ഇത് ഇറങ്ങാൻ ഭയങ്കര സുഖം. പക്ഷെ കയറാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ. ഇന്ന് ഞാൻ ആരും കണ്ടില്ല ഗൈസ്. അല്ലെങ്കിൽ ടാറ്റാട്ട ഏതെങ്കിലും വെല്ലിപ്പന്മാരെങ്കിലും ഉണ്ടോ. ഞാൻ കടൻ്റെ അടുത്ത് വെല്ലിപ്പനെ കണ്ടുവെച്ചിരിക്കണം. മൂപ്പർക്ക് ഞാൻ അധികം ടാറ്റ കൊടുക്കുക. ഇന്നലെ ഉണ്ട് മൂപ്പേരനെ വിളിച്ചിട്ട് ചോദിക്കുന്നു ഇനി എവിടെ ഉള്ളതാ, എങ്ങനെയാണ് വരുന്നത്, ഇവിടെ എന്താ പഠിക്കുകയാണോ വർക്ക് ചെയ്യണോ. അങ്ങനെ മൂപ്പരോട് ഞാൻ കമ്പനി ആയിട്ടോ. ഇപ്പോൾ ചിരിക്കാൻ ഒരാളും കൂടി കൂടിയിരിക്കുകയാണ്. പിന്നെ അലക്കിയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് മുകളിലേക്ക് കയറി പോകണം. നമ്മൾ മുകളിലാണുള്ളത്. അവിടെയുള്ള കുട്ടീൻ്റെ ഐസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കേക്കൊക്കെ നേരത്തെ കിട്ടി. അതായത് ഞായറാഴ്ച ചെയ്യുന്നു. പക്ഷെ അന്ന് ഞാൻ വീട്ടിൽ പോയതുകൊണ്ട് പിറ്റേ ദിവസം നമുക്ക് കേക്കൊക്കെ എടുത്ത് ചെയ്യുന്നു. പിന്നെ അത്താത്തൻ്റെ ചിലവേനു നമുക്ക് കുഴിമന്തി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് എന്തായാലും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം മോർണിംഗിൽ ഓൾറെഡി കുഴിമന്തി നമ്മളോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഗൈസ് ഇനി നെക്സ്റ്റ് വ്ളോഗ് വരുന്നത് ടാറ്റാ ബൈ ബൈ, സീ യു.